മച്ചാനെ, എന്താ വിശേഷം? സുഖമാണോ? നമുക്ക് വീഡിയോ കാണാം. മച്ചാനെ, ഇതാണ് കോളിഫ്ലവർ. ആസാമിലെ ആണ് കൃഷി ഉള്ളത്. ഇപ്പം ഞാൻ ആസാമിൽ വന്നിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ബൈ ബൈ. മച്ചാനെ, ഇതാണ് ബംഗാളി വാർ. ഇവർ കേരളത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇവർ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി. ഇനിയും കുറേ എണ്ണം വരാനിരിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ നടക്കുമെന്നറിയില്ല. ഇൻ്റർനാഷണൽ ശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം എന്നോ അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം അമ്മാതിരി അപരാധമാണ് ഇൻസ്റ്റഗ്രാമിൽ ഇവരെ കൊണ്ട് കാണേണ്ടി വരുന്നത്. നേരത്തെ കാണിച്ച പയ്യൻ്റെ അടുത്ത് നിന്നാണ് ഉത്ഭവം, പിന്നെ അങ്ങോട്ട് ചരിത്രമായിരുന്നു. നിനക്ക് എന്നാ പറഞ്ഞ മനസ്സിലായോ? നിന്റെ അമ്മായിലെ പറഞ്ഞു ഇപ്പൊ ഡിമാൻഡിലായോ? ചുമ്മാ പറയട്ടില്ല കേട്ടോ. എടാ കായതുള്ള, നിനക്ക് മലയാളം അറിയോടാ? വൃത്തിയാക്കിട്ട് മലയാളം പഠിക്ക്, മനസ്സിലായോ? പിന്നെ പിടിയോ ഉണ്ടാക്കിക്കോ. മലയാളം അറിയില്ലാത്ത പിന്നെ തന്നെ പിടിയോ ഉണ്ടാക്കിനെ പോടാ പോടാ. ഇതിനാണ് ഞാൻ ആദ്യം മുതലേ ഹെഡ്സെറ്റ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. എന്തായാലും ഇവർ അടി കൂടുകയാണ്. എന്തിനാണ് അടി കൂടുന്നത്? അടി കൂടുന്നവർക്കും അറിയില്ല, ഇത് കാണുന്ന നമുക്കും അറിയില്ല ഇതെന്താ സംഭവം എന്നറിയില്ല. ആദ്യം ഒരുത്തൻ വീഡിയോ ഇട്ട് അത് വേറൊരുത്തൻ റിയാക്ട് ചെയ്ത്, അതിന് വേറെ ഒരുത്തൻ റിയാക്ട് ചെയ്ത്, അതിന് വേറെ ഒരുത്തൻ റിയാക്ട് ചെയ്തിട്ട് ഇപ്പം എന്തോന്ന് പറയാൻ പോവുക. എടാ അറിവുള്ള സ്റ്റാർ, നീയാണ് ബ്രാൻഡ്. നീ എൻ്റെ ആണ്ടി ബ്രാൻഡ്. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് ഒരു വൈക്ക് ആവുമല്ലോ. മറ്റവൻ ആരാ? നിന്റെ അച്ഛാണോ ഇവൻ? പോയിട്ട് മലയാളം മതി പഠിക്കും. നീ എന്തടാ പോടാ പോടാ പെണ്ട്. ഇതിങ്ങനെ എന്താടാ നീ എന്താടാ നീ മലയാളം പഠിക്കടാ. ഇതെന്താ ഇങ്ങനെ എന്താ ഇങ്ങനെ ക്യാമറ എങ്ങനെ ആക്കുന്നത് ഫോണ്? ഇത് സംഭവം എന്താ അറിയോ? ഇത് ഇവരുടെ യൂണിവേഴ്സിൽ ഇങ്ങനെ ഒരു സംഭവം കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് ഇങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ 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 ഹിന്ദിയിൽ ഓരോന്ന് ഇങ്ങനെ വിളമ്പുന്ന സംഭവമാണ്. അത് ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യുക സംഭവം. അങ്ങനെ വേറൊന്നും അല്ല. അതാണ് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കളിക്കുന്നത്. കാണുമ്പോൾ ഒരു വെറുപ്പീരായി തോന്നുന്നുണ്ട് എന്തായാലും. എടാ മോനെ, ഇത് നോക്കി അബു സലീം ഭായ് കോമെന്റ് ചെയ്ത് ലവ് യു സോ മച്ച് ബ്രോ. ഈ ഒരു യൂണിവേഴ്സിലെ മെയിൻ ആളാണ് ഇവന്. അബു സലീം കമന്റ് ഇട്ടോ? നല്ല കാര്യം. എടാ അംബാനി, ഇത് മുംബൈ ഇല്ല, ഇത് കേരള, മനസ്സിലായോ? അംബാനിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടാ, ഞാൻ നിന്നെ എന്നാ ഉണ്ടാക്കാൻ വന്ന് ഒരു കുഴപ്പമില്ലാത്ത സൈഡിലൂടെ പോകുന്ന എന്നെ വിളിച്ചിട്ട് തെറി വിളിക്കുന്നേ. എന്തിൻ്റെ കേടാ നിനക്കൊക്കെ? ഞാൻ എന്നാ ഉണ്ടാക്കാൻ വന്ന്? അൺലിമിറ്റഡ് 5G കൊടുക്കുക 300-350 രൂപക്ക്. അതിൻ്റെ ഒരു 100 ഇരട്ടി അദ്ദേഹം അത് അനുഭവിക്കുന്നുണ്ട് ഇതുപോലുള്ള ദുരന്തങ്ങൾ കാരണം. എടാ മോനെ, ഇതാണ് മലപ്പുറം കോട്ടക്കുന്ന്, മനസ്സിലായോ? ആവേശം സിനിമ എങ്ങാണ്ട് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇവർ എന്ത് ചെയ്യുമായിരുന്നു എനിക്ക് ഒരു പിടുത്തം കിട്ടാതെ. മച്ചാനെ, എന്താ ചേട്ടാ പറഞ്ഞു? ഇതാണ് കോളിഫ്ലവർ. ആസാമിലെ ആണ് കൃഷി ഉള്ളത്. അതാണ് ആസാമി കോളിഫ്ലവർ. നിനക്കറിയത്തില്ല, ഞാൻ എപ്പോ ഉള്ളത് കേരളത്തെ. നിനക്ക് അറിയാത്തില്ലെങ്കിൽ നീ ഇങ്ങനെ എന്ന് വിളമ്പാ നീക്കണോ? അറിയത്തില്ലെങ്കിൽ അങ്ങ് മാറി ഇരുന്ന് ഇങ്ങനെ ആക്കിയാ പോരെ? ഇതൊക്കെ എവിടുന്ന് കേറി വരുന്ന? ഇത് എത്ര എണ്ണമായത്? അതുകൊണ്ട് അറിയത്തില്ല ആസാമത്തെ കോളിഫ്ലവർ ആണ്. ശരി, ഞാൻ ആസാം വന്നിട്ട് എല്ലാവർക്കും പറയാം അതാണ് കോളിഫ്ലവർ. എല്ലാവർക്കും പറയാം, ഞാൻ വെയിറ്റ് ചെയ്യാം. കേരളത്തിലെ വരാൻ സമയമായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എന്താ 2 ആഴ്ച ലീവ് കിട്ടി ആസാമിൽ പോയി കാളിഫ്ലവറൊക്കെ കണ്ട് ലീവൊക്കെ കഴിഞ്ഞ് വരുവാ. അതിനാ ഈ കാണിക്കുന്നത്. ഇവനാണ് ഇത് തുടങ്ങിയത്, ഫുള്ള് തുടങ്ങിയത് ഇവനാ.
ഇവനെ കൈ കിട്ടിയാണ്ടല്ലോ. Habibi, not going to Dubai, not going to Qatar. Habibi, come to Kerala. ഇത് കേരള ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എങ്ങനെയാണ് ഈ പയ്യന്? ടൂറിസം മന്ത്രി എങ്ങനെ ഏൽപ്പിച്ചതാണോ ഇനി ഇത്? പറയാൻ പറ്റില്ല. പിള്ളേർക്ക് ഒരു പണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പെർ റീലിന് 200 രൂപ വീതം കൊടുത്തിട്ടുണ്ടാവും. എടാ മച്ചാനെ, എല്ലാവർക്കും സുഖാണോ? എല്ലാവർക്കും സുഖമില്ല. കാരണം നമുക്ക് ഗേൾഫ്രണ്ട് ഇല്ല, മനസ്സിലായോ? ഗേൾ ഫ്രണ്ട് ഇല്ലാതെ തന്നെ എന്തൊക്കെ അപരാധാ കാണുന്നേ. ഇനി ഗേൾ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദിവന്മാർ കേരളത്തിൽ വന്ന് ഇവിടെ കൊത്തിയിരുന്ന് ഇവിടുന്ന് റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണണ്ടേ നമ്മൾ തന്നെ അല്ലേ? നാട്ടിൽ നിന്ന് തന്നെ വിളവെടുക്കുന്ന അണ്ടിക്ക് ഇവിടെ വിലയില്ല. അപ്പോഴാ പുറത്തുനിന്ന് വരുന്ന അണ്ടി. പക്ഷേ പുറത്തുനിന്ന് വരുന്ന അണ്ടിക്ക് മാർക്കറ്റ് കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പല ഫുണ്ടുകളും ഇവിടെ വന്നിട്ട് മലയാളി പെൺപിള്ളേരെ കല്യാണം കഴിച്ച് ഇവിടെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്താ വിധി? മലയാളി ചെക്കൻ ഞാൻ എന്നെ വേറെ ഒരു ഡയലോഗ് ആരായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വൈറലാവും. ഹേയ് ബംഗാളി ബാബു, അമ്മി തുമക്കെ ഭാലോബാസി. ഹേയ് മലയാളി ചെക്കൻ ഞാൻ എന്നെ. നീ വീണ്ടും തുടങ്ങിയില്ല ഡയലോഗ്. എന്നോട് ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ ഡയലോഗ് ഇവിടെ പറയണ്ട. ആസാമു വിചാരിക്കണ്ടാ, ഇത് കേരള. തൃശ്ശൂരോ? തൃശ്ശൂരുള്ള ബംഗാളിയാ? തൃശ്ശൂർ ലാംഗ്വേജില് നല്ല രസമുണ്ട്. എന്റെ പേരടിക്ക് തരും ട്ടാ. നീ ആരടാ ഡയലോഗ് പഠിപ്പിക്കാൻ? ആറാ മാസ്റ്ററാ? നെക്സ്റ്റ് നീ പോയിടാ. ആ മിന്നലിന്റെ എഫക്റ്റ് ഇല്ലേ, അത് പ്രീമിയം എടുത്താലേ കിട്ടുമോ? ഇത് ഏതാ എഫക്റ്റ് ഏടുന്ന കിട്ടിയോ ഒന്ന് പറഞ്ഞു തരുമോ? ഇതെല്ലാം കൂടെ ഇനി വന്നിട്ട് എന്നെ ഇട്ട് കമത്തൂലായിരിക്കും. എടാ മോനെ, കേരള ലേഡീസ് അല്ല അറിയോ? ലേഡീസ് അല്ലേ നീക്ക് കല്യാണി. എടാ പന്നി, കേരള ലേഡീസ് അറിയോ? ലേഡീസ് അല്ല കല്യാണി. ഒരു മലയാളം പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് തുടങ്ങിയാലോ ബംഗാളിയൊക്കെ വേണ്ടിയിട്ട്? നല്ല പൈസ ഉണ്ടാക്കാം. നീ എന്നടാ പറയാനാ? മര്യാദക്ക് പറ, ആൾക്കാർക്ക് മനസ്സിലാവോ? നീ എന്നടാ പറഞ്ഞ എനിക്ക് മനസ്സിലില്ല, പിന്നെ എന്നടാ വേറെ ആൾക്കാർ മനസ്സിലാവോ? ഇവനാണ് ഇതില് മാസ്റ്റർ. ആരെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത് ഇവനാണ്. നീ എന്താടാ പറഞ്ഞ് മനസ്സിലായില്ല? പോടാ പന്നി, പോടാ. എടാ മോനെ, മോനെ പറ. मैंने KSRTC ബസ് സ്റ്റാൻഡ് അറിയോ? ഒന്നുകൂടെ പറ, എനിക്ക് മനസ്സിലായില്ല. KSRTC ബസ് സ്റ്റാൻഡ്. എനിക്ക് KSRTC അറിയില്ല, എനിക്ക് KSRTC അറിയോ? പോടാ. ആദ്യം നോക്കിയേ, KSRTC ആണോ KSRTC ആണോ? പിന്നെ പോടാ. ഇവരെല്ലാം കൂടെ ഇപ്പൊ ഇവിടെ ഇട്ട് കത്തിച്ച് ചാമ്പലാക്കുമല്ലോ. আমার এই সুন্দর জীবনটাকে যে করেছে নষ্ট, ഇത് আল্লাহ তুমি তাকে সুখে রাখো, দিও না একটু কষ্ট. ഇവിടെ മറ്റേ മ്യൂസിക് വരും, ഇങ്ങനെ ചെതറുന്ന എഫക്റ്റ് ഒക്കെ, ഇങ്ങനെ മിന്നൽ എഫക്റ്റ്, പിന്നെ ഇങ്ങനെ കളർ മാറുന്ന സംഭവം, അതൊക്കെ ഇങ്ങനെ വരും. মনে কর 2-3 দিন ধরে ভাত খাও নাই, মানে মুখ কমনে বানাল দিবে. ഇതിന്റെ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്മാരൊക്കെയാണ് ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത്. കണ്ടില്ലേ?
നല്ല ക്യാമറ ഒക്കെ എടുത്ത് ഏതത് നല്ല ക്യാമറയിലൊക്കെ എടുക്കണത് ഏതാ സാധനം ഏതാ ഇത് M3 M4 എങ്ങാണ്ടാണ്. പക്ഷെ ഇവരെ ഫോട്ടോ കണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഫോട്ടോ ഉണ്ടാകും, എടുത്തു കഴിഞ്ഞ് ഇവരെ എഡിറ്റ് ചെയ്യുക ഇങ്ങനെയാണ്. গাইস তোমরা আগে এই ভিডিওটা আমার কথা হন একটাই, প্রেম ভালোবাসার দোকানে তালা লাগাও আর মানুষ আফসোস করার মতো টাকা কামাও। ഇതുപോലെ ഉണ്ടാവും നേരത്തെ എടുത്ത സാധനം. ഈ ഒരു സംഭവം പലരും ഇവിടെ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാവും. അവിടെയുള്ള കുറച്ച് സാധനമൊക്കെ ഇങ്ങനെ വൈതെറ്റി ഇങ്ങനെ ട്രെൻഡ് ഇങ്ങനെ ഇവിടെ എത്തണതേ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കത്തിക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും ഇപ്പം തന്നെ ഇങ്ങനൊരു വാറ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു 2-3 വർഷം കൂടെയൊക്കെ കഴിഞ്ഞാൽ മലയാളം അവരിങ്ങോട്ട് പഠിപ്പിച്ചു തരുന്ന അവസ്ഥയിലേക്ക് എത്തും. ചില ആളുകളൊക്കെ ഭയങ്കര ഫ്ലുവൻ്റായിട്ട് മലയാളം പറയുന്നുണ്ട്. കുറേ ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്ത് മലയാളമൊക്കെ പഠിച്ച് ഇവിടുത്തെ കുട്ടികളെ കല്യാണം കഴിച്ച് നല്ല വൃത്തിക്ക് കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. വേറൊരു സൈഡിൽ തമ്പാക്കും വെച്ച് ഇങ്ങനെ എന്താ ഫുണ്ടേ നീ ഇങ്ങനെ നോക്കണേ എന്നൊക്കെ ചോദിച്ച് കുറേ എണ്ണം വേറൊരു സൈഡിലുണ്ട്. എന്തായാലും 2 വർഷം കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇപ്പം തന്നെ കണ്ടില്ലേ, എവിടെ മോനെ നമ്മ പെടുമ്പാവൂടെ ഉള്ളത്, ഇവിടെ ഞങ്ങൾ കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഇൻ്റർനാഷണൽ ശല്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.